ദീർഘായുഷ്മാൻ എന്നൊക്കെ ധാരാളം പ്രയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ദീർഘായുഹു എന്ന പദം കൊണ്ട് തന്നെ ഈ അർത്ഥം സിദ്ധിക്കും. അത് കുറേം കൂടി ലളിതമാണ് ഭാഗ്യമുള്ള ആളെ പറയാൻ. ഭാഗ്യം ഉള്ളവരെയാണല്ലോ നമ്മൾ ഭാഗ്യവാൻ എന്ന് പറയുക. ഭാഗ്യം അസ്യ അസ്തി ഭാഗ്യവാൻ. ഭാഗ്യം ഇല്ലാത്ത ആളെ നിങ്ങൾ എന്തു പറയും? നിർഭാഗ്യവാൻ എന്നാ പറയാം. അത് ശരിയല്ല. നിർഭാഗ്യ എന്നേ വേണ്ടു. ഭാഗ്യം യസ്മാത് നിർഭാഗ്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് അന്വയിച്ചിട്ടാണ് ഇത് രൂപം ഉണ്ടാക്കുന്നത്. അവിടെയാണ് നമുക്ക് ശ്രദ്ധ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഭാഗ്യത്തിലും ആയുസ്സിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വ്യാകരണത്തിന്റെ നോട്ടം പതിയുന്നുണ്ട്. നിങ്ങൾ തെറ്റി ഉച്ചരിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്നു എന്നുള്ള ഇങ്ങനെ വാക്കുകൾ ധാരാളമായിട്ട് ഭാഷയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഈ വ്യാകരണം അറിയുന്ന ആളെയാണല്ലോ വൈയാകരണൻ എന്ന് വിളിക്കുന്നത്. ഈ വൈയാകരണം എങ്ങനെ എഴുതുക എന്ന് ചോദിച്ചാൽ വകാരം കഴിഞ്ഞിട്ട് ഐകാരാണ് വേണ്ടത്. വൈ അത് കഴിഞ്ഞിട്ട് യ, ഒരു യകാരേ ഉള്ളൂ. വൈ യാകരണൻ എന്നാണ്. പക്ഷെ ഇപ്പോ പല കുട്ടികളും വൈയാകരണം വാ കഴിഞ്ഞിട്ട് 2 യാ എഴുതിയിട്ട് വൈയാകരണൻ എന്ന് എഴുതുന്നുണ്ട്. അതെന്താ വെച്ചാൽ വയ്യാത്ത കരണമുള്ള ആളാവും ആയിപ്പോവും. ഒരു ഇന്ദ്രിയവും ശരിയായിട്ട് പ്രവർത്തിക്കാത്ത ആളാവും വയ്യാകരണൻ എന്ന് പറഞ്ഞു. അത് വേണ്ട. എന്തായാലും വൈ എന്ന് തന്നെ രൂപം ശരിയായിട്ട് എഴുതേണ്ടതാണ്. ഈ വയ്യാകരണനെ കുറിച്ച് അനവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ആ പദത്തിൽ നിന്നുണ്ടായ ചില പദങ്ങൾ പറഞ്ഞുതരാം. ഒന്നാണ് വയ്യാകരണക എന്ന് പറയാം. വയ്യാകരണക വയ്യാകരണക എന്ന് കഴിഞ്ഞിട്ട് വയ്യാകരണ ഒരു കപ്രത്യയം നമ്മളവിടെ ചേർക്കണം. അത് ചേർത്ത് കഴിഞ്ഞാൽ ആ കപ്രത്യയത്തിന് അവക്ഷേപണം എന്നാണ് അർത്ഥം, അഥവാ നിന്ദ എന്നാണ് അർത്ഥം. അപ്പോൾ തൻ്റെ ശാസ്ത്രം കൊണ്ട് നിന്ദിക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വയ്യാകരണക എന്ന് പറയും. ആ പ്രത്യേകം ചേർക്കുമ്പോഴേക്ക് ഇയാള് നല്ല ഗ്രൂപ്പിൽ നിന്നൊക്കെ പോയിട്ട് ഈ ശാസ്ത്രം കൊണ്ട് നിന്ദ നടത്തുന്ന ആള് എന്ന് അർത്ഥം കിട്ടും. ഇത് വേറൊരാളുണ്ട് വയ്യാകരണ ഖസൂജി എന്ന് പറയും. വളരെ എടുത്താണ് വയ്യാകരണ ഖസൂജി. വ്യാകരണം അറിയുന്ന ആളാണല്ലോ വയ്യാകരണം. അയാൾ ഖസൂജി. ഖസൂജിച്ച ഖം സൂചയതി ഇതി ഖസൂജി. ആകാശത്തെ സൂചിപ്പിച്ച് കൊടുക്കുന്ന ആൾ. നിങ്ങൾ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരമില്ല. ഉത്തരമില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചോദ്യം മറക്കാൻ എന്താ വഴി? അപ്പോൾ വിഷയം മാറ്റണം. വിഷയം മാറ്റാൻ വേണ്ടി ഇയാൾ ആകാശത്തെ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറയും, അയ്യോ നോക്കൂ, ആകാശത്തെ സൂര്യ ചന്ദ്രന്മാരൊക്കെ കാണാനില്ലേ, നക്ഷത്രങ്ങളെ കാണാനില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വൃക്ഷം നോക്കൂ എന്നൊക്കെ പറഞ്ഞു മറ്റ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും. വ്യാകരണം വളരെ അല്പമായിട്ട് പഠിച്ചിട്ടുള്ള ആള്, അത് പ്രയോഗിക്കേണ്ട കാര്യത്തിൽ വളരെ പരിമിതമായ വിഭവമുള്ള ആള്, ആ ആളെയാണ് വയ്യാകരണ ഖസൂജി എന്നുള്ള വയ്യാകരണം പഠിച്ച ആളെയാണ് വയ്യാകരണം എന്ന് പറയുന്നത്. വയ്യാകരണങ്ങളൊക്കെ പാണിനിയൊക്കെ പറഞ്ഞ് കാശികയിലൊക്കെ കൊടുത്തൊരു ഉദാഹരണതാശുണ്ടോ? ഓദന പാണിനീയാഹ എന്നൊരു പ്രയോഗം. ഓദന പാണിനീയാഹ വെച്ചാൽ ഓദനത്തിന് വേണ്ടി പാണിനിയും പഠിച്ച ആൾക്കാർ അവിടെ ചെന്നാൽ ചിലവില്ലാണ്ട ഭക്ഷണം കിട്ടും, അതുകൊണ്ട് ഞാൻ അവിടെ പോയി താമസിക്കും, കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരെയാണ് ഓദന പാണിനീയാഹ എന്ന് പറയുന്നത്. നമ്മളെ കൂടല്ലൂർ മന അങ്ങനെ ഒരു സ്ഥലമായി. അവിടെ വ്യാകരണം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ വരൂ, നിങ്ങൾ 5 വർഷം ഇവിടെ താമസിക്കൂ, എന്നാൽ ഗ്രന്ഥങ്ങളൊക്കെ ഞങ്ങൾ അഭ്യസിപ്പിച്ചു തരാം എന്ന് പറയുന്ന വളരെ ഈ ശാസ്ത്ര നിഷ്ണാതന്മാരായ ധാരാളം ആൾക്കാർ ഉള്ളൊരു ഭവനമാണ് കൂടല്ലൂർ. ഇവിടെ പറയും വ്യാകരണ പിപഠിഷ യതി തേ സ്യാത് 5 വർഷകം അനന്യവിചാര സംഗമാലയ ഭുസുരഗേഹം ഗച്ഛവത്സ തഥാ യഥാസുഖമസ്തു എന്ന് കൂടല്ലൂർ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സർ രാഖി പി ഒന്ന് മ്യൂട്ട് ചെയ്യണം. കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. രാഖി പി ഒന്ന് മ്യൂട്ട് ചെയ്താൽ മതി. രാഖി അൺമ്യൂട്ട് ചെയ്തിരിക്കാൻ. കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ സാർ, കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ശരി. പാർവതിക്ക് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോ ഈ കാശികയിലത്തെ ഈ ഉദാഹരണം, അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന കൂടല്ലൂർ ഗുരുകുലത്തിലുണ്ടായിരുന്ന സ്വഭാവം, ഇതൊക്കെ വ്യാകരണം ഇങ്ങനെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടികളോട് അവർ ആവശ്യപ്പെട്ടിരുന്നത് അഷ്ടാധ്യായിയിലത്തെ സമഗ്ര സൂത്രങ്ങളും ആദ്യം മുതൽ വൃത്തിയടക്കം എഴുതിയണം, കാണാപ്പാഠം എഴുതിയിട്ട് അവിടെയുള്ള പതഞ്ജലി മൂർത്തിക്ക് ചാർത്തിയിട്ട് വേണം പോവാൻ എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതായിരുന്നു അവരുടെ പരീക്ഷ. അപ്പൊ 5 വർഷം പഠിച്ചാൽ കമ്പോട് കമ്പ് അഷ്ടാധ്യായി പ്രസിദ്ധമാകും, അത് ഉദാഹരണങ്ങൾ ബോധ്യാവും, വൃത്തി ബൈഹാത്താവും, അതെല്ലാം ബോധ്യമായിട്ട് തിരുമേനി അവിടെ നിന്ന് പറഞ്ഞയക്കുള്ളൂ എന്നാണ്. ഇതാണ് ഇവിടുത്തെ വ്യാകരണ പഠനത്തിന്റെ ഒരു സ്വഭാവം അന്ന് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ വ്യാകരണം എന്ന് പറഞ്ഞത് പോലെയുള്ള വേറെ മീമാംസ അറിയുന്ന ആളെയാണ് ആൾക്കാരും നൈയായിക എന്ന് തന്നെ എഴുതുന്നത് കാണുന്നുണ്ട്. അബദ്ധമായിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്നർത്ഥം. എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ, ഈ അച്ഛൻ എഴുതുന്നത് ഏതാണ് എഴുതേണ്ടതെന്ന് അറിയാത്ത, ചവർഗ പ്രഥമം വേണം, ചവർഗ ദ്വിതീയം വേണം, 2 പ്രഥമം മതിയോ, 2 ദ്വിതീയം വേണോ എന്നൊക്കെയുള്ള സംശയത്തിന്റെ ആൾക്കാർ ധാരാളം. ഉച്ചരിക്കുന്നിടത്ത് വളരെ വിഷമാണ്. അച്ഛനല്ല എന്നൊക്കെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള അക്ഷപത് നമുക്ക് കേൾക്കാം. അത് ഒഴിവാക്കേണ്ടതാണ്. വർഗപ്രഥമമായുള്ള ശകാരം ഉണ്ടാവണം, വർഗദ്വിതീയമായുള്ള ശകാരവും ഉണ്ടാവണം. ഇതാണ് അച്ഛൻ പറയുമ്പോഴും അതെ, ഇത് അച്ഛനാണ് എന്ന് തോന്നണം. ഇത് പറഞ്ഞപ്പോഴാണ് ശകാരത്തിന്റെ ഒരു കാര്യം വന്നത്. ഈ ഛ എന്നുള്ള വർഗദ്വിതീയമായുള്ള അക്ഷരം ഒറ്റയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ആൾ വാക്യപദത്തിന്റെ ആദ്യം വരണം. അല്ലാത്തടത്ത് എവിടെ വന്നാലും അതിന്റെ കൂടെ ആയതുണ്ടായിരിക്കും ചവർഗ പ്രഥമാക്ഷരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ശകാരത്തിന്റെ മാത്രമായുള്ളൊരു പ്രത്യേകത. അതാണ് നമ്മളിപ്പോ ഛന്നോപാന്ത എന്ന് പറയുമ്പോൾ ഛ എന്നുള്ളൊരു കുഴപ്പമില്ല. എന്നാൽ ആച്ഛാദനം എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, അവിടെ ഈ ശകാരവും കൂടി ചേർത്ത് എഴുതുന്ന രൂപവും ആണ് അധികം ശരിയായിട്ടുള്ളത് എന്ന്. എപ്പോഴൊക്കെ ഇച്ഛതി തുടങ്ങിയ സ്ഥലം, ഇച്ഛതി എന്നുള്ള സ്ഥലത്ത് 2 വാക്കും 2 അക്ഷരവും നമ്മളെ കാണുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇത് എന്താണ് സൂചിപ്പിക്കുക വെച്ചാൽ, നമ്മുടെ ലേശം ശ്രദ്ധ കൊണ്ട് നമുക്കിതൊക്കെ ഉണ്ടാക്കാം, മാറ്റിയെടുക്കാവുന്നതാണ് എന്നർത്ഥം. സാധുത്വത്തിലേക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്നർത്ഥം. ഇനി ഇതുപോലെ ആൾക്കാർ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ആ കൃതിയാണ് ഏറ്റവും ശ്രേഷ്ഠതമമായിട്ടുള്ള കൃതി എന്ന് പറയാറുണ്ട്. ശ്രേഷ്ഠതമം എന്ന് പറയണ്ട, കാരണം ശ്രേഷ്ഠം എന്നുള്ളതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരുന്നതാണ്. അത് പോസിറ്റീവ് ഡിഗ്രി എന്താണ്? ശ്രേയാൻ. പ്രശസ്തം എന്നുള്ള അർത്ഥത്തിൽ ഒരു ആദേശം വന്നിട്ടാണ് ശ്രേയാൻ എന്ന രൂപം ഉണ്ടാവുന്നത്. അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? ശ്രേഷ്ഠം എന്നാണ്. അതേപോലെ ജായാൻ എന്നുള്ളതിൻ്റെയാണ് ജ്യേഷ്ഠ എന്നുള്ള പദം ഉണ്ടാവുന്നത്. അതേപോലെ കനീയാൻ ആണ് കനിഷ്ഠ. കനീയാൻ എന്ന് പോസിറ്റീവ്, കനീയാൻ ഭ്രാത, കനിഷ്ഠഭ്രാത എന്ന് 2 തരത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഇതൊക്കെ പ്രയോഗിക്കുമ്പോൾ അർത്ഥവ്യത്യാസം. അപ്പൊ കനിഷ്ഠതമനായിട്ട് ശ്രേഷ്ഠതമമായ ഗ്രന്ഥം എന്നൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അത് നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥമല്ല അതിനെ കിട്ടാം. ഇനി രണ്ടാമതെന്താണെന്ന് വെച്ചാൽ, ഇതറിയുന്ന ആൾക്കാർ നിങ്ങളെ നോക്കി പരിഹസിക്കുകയും ചെയ്യും, അയ്യോ അത് അറിയില്ലല്ലോ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഭാഷ കൊണ്ട് നിങ്ങൾ ഒരിക്കലും പരിഹാസ്യരാവരുത്
എന്നാണ് പതഞ്ജലിയുടെ നിർബന്ധം. അതുകൊണ്ടാണ് അദ്ദേഹം മഹാഭാഷ്യത്തിൽ പറഞ്ഞത് 18 തവണയിട്ട് പറയുന്നുണ്ട്, തസ്മാത് അധ്യേയം വ്യാകരണം. തസ്മാത് അധ്യേയം വ്യാകരണം എടുത്ത് പറയുന്നിടത്തൊക്കെ ആഗ്രഹം എന്താണ്? നിങ്ങളെ ഭാഷ വെച്ച് ഒരാൾ പരിഹസിക്കരുത് എന്നുള്ളതാണ്. പദം, അക്ഷരങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാം. പദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലോ, പദത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പദത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അതിന്റെ ലിംഗം. ഇത് പുല്ലിംഗത്തിലുള്ള ശബ്ദമാണ്, ഇത് സ്ത്രീലിംഗത്തിലുള്ള ശബ്ദമാണ്, ഇത് നപുംസകലിംഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ എന്തെങ്കിലും ഗ്രന്ഥങ്ങളുണ്ടോ എന്ന് ആരെങ്കിലും സംശയിക്കുകയാണെങ്കിൽ നല്ല ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം ലിംഗാനുശാസനം എന്ന് പറഞ്ഞ ഗ്രന്ഥം. വളരെ കുറച്ച് സൂത്രരൂപത്തിലുള്ള ഗ്രന്ഥമാണ്. അത് നമ്മുടെ സിദ്ധാന്ത കൗമുദിയുടെ അവസാന ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. 4 ഭാഗമുള്ള സിദ്ധാന്ത കൗമുദിയാണ് നിങ്ങളുടെ കയ്യിലെന്ന് വെച്ചാൽ 4ാമത്തെ ഭാഗത്തുണ്ടാവും. 2 ഭാഗമുള്ള സിദ്ധാന്ത കൗമുദിയാണെങ്കിൽ 2ാം ഭാഗത്തിന്റെ അവസാനം ഈ സൂത്രപാഠം, ഗണപാഠം, ലിംഗാനുശാസനം, ശിക്ഷ തുടങ്ങിയതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോ ലിംഗാനുശാസനം എന്നുള്ള കൃതി തുടങ്ങുന്നത് തന്നെ നമുക്ക് വളരെ രസമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കാം, പറഞ്ഞോളൂ സാർ. ക്യാമറ കുറച്ചും കൂടി താത്തി വെക്കാമോ സർ? സാറുടെ മുഖം ഒന്നും കൂടി കാണാൻ. ഇപ്പോഴോ? അല്ലെങ്കിൽ സാർ കുറച്ച് പിന്നിലേക്ക് ഇരുന്നാലും മതി. ഇപ്പൊ ശരി. അപ്പൊ എനിക്കിത് വായിക്കാൻ പറ്റില്ല, ഇടയ്ക്ക് നോക്കണ്ടേ? അതെ, ഓക്കെ ഓക്കെ സാർ. ഞാൻ ഇവിടെ ഒരു കടലാസ് വെച്ചിട്ടുണ്ട്. ശരി, കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഇപ്പൊ ഓക്കെ. ലിംഗാനുശാസനം എന്നൊരു ഗ്രന്ഥമുണ്ട്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ശിക്ഷ പോലെ ചെറിയൊരു ഗ്രന്ഥമാണത്. ആ പുസ്തകം ഒന്ന് മനസ്സിൽ വെക്കുക, അതൊരു കോപ്പി കയ്യിൽ വെക്കുക, വെറുതെ എടുത്തൊന്ന് വായിക്കുക. ആ വായനയിൽ നിന്ന് തന്നെ ഈ ശബ്ദങ്ങളെ കുറിച്ച് ഒരറിവ് നമുക്ക് വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, ഋകാരാന്താഭ, മാതൃ, ദുഹിതൃ, സ്വതൃ, പോതൃ, നനന്താര എന്ന് പറയുന്നു. ഋകാരാന്തങ്ങളായ ഈ ശബ്ദങ്ങളെല്ലാം സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ ഞങ്ങൾ സൂത്രം പറയാം. ആദ്യം സ്ത്രീ എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് അധികാര സൂത്രമാണെന്ന് പറയും, ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ത്രീലിംഗത്തിലുള്ള കാര്യമാണ്. അങ്ങനെ ഇന്നെല്ലാം രൂപങ്ങളൊക്കെ എന്താണ് ഈ വചൻ ലിംഗാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ്. ഇനി പുമാൻ ഖഞ്ഞന്ത, ഖഞ്ഞ് എന്നുള്ള പ്രത്യയം വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്തായിരിക്കും? പുല്ലിംഗത്തിലെ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഖഞ്ഞന്തമായ രൂപം ഏതാ? പാകഹ, രാഗഹ, സ്നേഹ, ത്യാഗഹ, ഇതൊക്കെ ഖഞ്ഞന്തമായ രൂപമാണ്. അതൊക്കെ പുല്ലിംഗത്തിലെ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയാം. ഭാവേ ലുഡന്ത, അത് നപുംസകലിംഗത്തിലേ പറയാൻ പാടുള്ളൂ. ലുട്ട് പ്രത്യേകം. കരണം, നയനം, സ്മരണം, ഹരണം, ഭോജനം, ഇതൊക്കെ നപുംസകലിംഗത്തിലേ പറയാൻ പാടുള്ളൂ എന്നാണ് നിയമം. അപ്പൊ ഇങ്ങനെ കൗമുദിയിൽ നിന്ന് പഠിച്ച പ്രത്യയങ്ങളെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് രൂപമായിട്ട് സമന്വയിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലിംഗം നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. ഇതാണ് ലിംഗാനുശാസനത്തിന്റെ അഭ്യാസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതായുള്ള കാര്യം. പദത്തെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ പദത്തിന്റെ ലിംഗത്തെക്കുറിച്ചും ഉള്ള അറിവ് ഉണ്ടാവാം. കാരണം അത് വിശേഷണമോ വിശേഷമോ എന്തെങ്കിലും ആകുമ്പോഴേക്ക് അത് മാറ്റം വരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സാർ ലെഫ്റ്റ് ആയോ?
ഹലോ, ശ്രുതി ഉണ്ടോ? മാഷെ ആ സാർ, ഞാൻ അതിനിടയിൽ കോള് വന്നിട്ട് ഹലോ. ഇപ്പൊ ശരിയായില്ലേ? കേൾക്കണ്ട് സാർ, കേൾക്കണ്ട് സാർ. എനിക്ക് ഓക്കെ 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 ശരി. ഇനി സാർ അടുത്ത ഫോണിൽ കോള് വരുമ്പോൾ ആയിക്കോട്ടെ സാർ, പറയൂ സാർ. ഓക്കെ ഓക്കെ, കേൾക്കാം സാർ. അടുത്തത് പറയട്ടെ. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ പാണീയ ശിക്ഷയില് പാഠകാധവന്മാരും പാഠകശ്രേഷ്ഠന്മാരും പറയുന്നുണ്ട് സംഭാഷണം ചെയ്യുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന തെറ്റുകൾ എന്താണ്, അതേപോലെ എന്തൊക്കെ ഗുണങ്ങളാണ് അവർക്ക് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും കണ്ഠസ്ഥാക്കുകയും വേണം, അത് പറ്റുന്നിടത്തോളം അനുസരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം എന്നർത്ഥം. പറയാം. പദ്യം ഇതാണ്: ഗീതി ശീഘ്രീ ശിരക്കമ്പി തഥാ ലിഖിത പാഠകഃ അനർത്ഥജ്ഞോൽപകണ്ഠശ്ച ഷഡേരേ പാഠകാസമാഹ എന്നാണ്. വായിക്കുന്ന ആൾക്കാർ, അതേപോലെ പറയുന്ന ആൾക്കാർ, അവർക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ വരും. ചില ആൾക്കാർ ആദ്യം ഗീതി എന്നാണ്, അതായത് വർത്തമാനം പറയുകയാണെങ്കിലും ഒരു സംഗീത ചൊവ ഉണ്ടായിരിക്കും. ഈ സംഗീതത്തിന്റെ ഒരു ആദ്യം അതിന്റെ ഒരു സ്വാധീനമുള്ള ആൾക്കാർ ഈ തൃശ്ശൂർ ജില്ലക്കാരാണ്. നമ്മൾ പറയുമ്പോൾ വളരെ അടുത്ത് പറയാവുന്ന ഉദാഹരണം, തൃശ്ശൂരത്തെ ഭാഷ കുറച്ചൊരു താളാത്മകമായിട്ട് പോണതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അവരൊക്കെ ഗീതിയിലാണ് സംസാരിക്കുന്നത് എന്നാണ്. ശീഘ്രീ എന്ന് പറഞ്ഞാൽ വളരെ വേഗം സംസാരിക്കുക എന്നുള്ളതാണ്, സംസാരിക്കുന്നതാണ്. ഈ ശീഘ്രം സംസാരിക്കുന്നവരെ നമുക്ക് തിരുവനന്തപുരത്ത് പോയാലേ പറ്റും. വളരെ വേഗമായിരിക്കും അവരുടെ സംഭാഷണം, നമുക്കൂടെ മനസ്സിലാവില്ല. എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടി വരും എന്നാണ്. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, ശിരക്കമ്പി. ശിരസ് കുലുക്കിക്കൊണ്ട് മാത്രമേ സംഭാഷണം ചെയ്യുള്ളൂ എന്നർത്ഥം. ശിരസിന്റെ കൂടെ കുലുക്കൽ ശരിയായില്ലെങ്കിൽ കൈ കൊണ്ട് ഗോഷ്ഠി ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടി ചെയ്തിട്ട് പറയുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. പ്രഭാഷകന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരുടെ കൈയുടെ ചേഷ്ടിതങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ ധാരാളം വളർത്തും എന്നർത്ഥം. തഥാ ലിഖിത പാഠകഃ. ലിഖിത പാഠകൻ എന്ന് പറഞ്ഞാലോ, എഴുതിയത് വായിക്കുന്ന ആൾക്കാരുണ്ട്. എഴുതി വായിക്കുന്ന ആൾക്കാർക്കും സാധാരണ പറയുന്ന ആൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, എഴുതി വായിക്കാൻ അയാൾക്ക് കണ്ണും വാഗദ്ര്യവും മാത്രം മതി, പറയുന്ന ആൾക്കാർക്ക് ബുദ്ധിയും കൂടി വേണം. ഇതാണ് വ്യത്യാസം. അപ്പോൾ ലിഖിത പാഠകനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് അവിടെ ഉണ്ടാവണമെന്നില്ല എന്നാണ്. വെറുതെ അങ്ങനെ വായിച്ചു പോകും എന്ന് മാത്രമേ ഉണ്ടാവൂ. ഈ വാർത്ത വായിക്കുന്ന ചില ആൾക്കാരൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവരൊക്കെ ലിഖിത പാഠകന്മാരാണ്. അവർക്ക് എന്താ പറയുന്നത് അവർക്കറിയില്ല, എന്താണോ അവിടെ എഴുതിയത് അതങ്ങനെ വായിച്ച് നിങ്ങളെ കേൾക്കും. അനർത്ഥജ്ഞ. ഇനി അനർത്ഥജ്ഞന്മാർ ധാരാളം. അർത്ഥം അറിയാണ്ട വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ട്. കാരണം കുറെ വാക്കുകൾ കേട്ടു, അത് കഴിഞ്ഞ് അത് ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി, അങ്ങനെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അവർ വിചാരിച്ച അർത്ഥത്തിൽ എന്തായാലും എത്തില്ല. ആ വിഭാഗം ആൾക്കാർ, അതാണ് അനർത്ഥജ്ഞ. അല്പകണ്ഠശ്ച. അല്പകണ്ഠന്മാരെ പതുക്കെ പറയുന്നു, ഉറക്കെ പറയേണ്ട കാര്യം പോലും പതുക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഷഡേരേ പാഠകാധമാഹ. ഇവര് അധമ പാഠകന്മാരാണ് എന്നറിഞ്ഞോളൂ. ഇങ്ങനെ ആവരുത് സംഭാഷണം ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക് കേൾക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളിൽ ആദ്യം ഉണ്ടാകും. അതുകൊണ്ട് അവർക്ക് ഗ്രഹിക്കാൻ പാകമാകുന്ന വിധത്തിൽ സ്ഫുടമായ അക്ഷരങ്ങളോടുകൂടി വ്യക്തമായ ആശയത്തെ അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നർത്ഥം. അങ്ങനെയുള്ളവരാണ് അത്. ആ ഗുണമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. മാധുര്യമക്ഷരവ്യക്രീ പദച്ഛേദസ്തുസ്വര ധൈര്യം ലയസമർത്ഥം ച ഷഡേരേ പാഠകാധുനാഹ. മാധുര്യം, കേട്ട് കഴിഞ്ഞാൽ ഒരു ഇമ്പം തോന്നണം. കേട്ടിരിക്കാൻ തോന്നുന്ന ഒരവസ്ഥ ഭാഷയ്ക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് മാധുര്യം. രണ്ടാമത്തതോ അക്ഷരവിക്ക്. വ്യക്തമായ അക്ഷരത്തിൽ വേണം സംഭാഷണം ചെയ്യാൻ. അക്ഷരങ്ങളെ മറ്റക്ഷരത്തിന്റെ സ്വാധീനമൊന്നും അവിടെ വന്നുകൂടാ എന്നർത്ഥം.
മാർഗപദച്ഛേദം ആവശ്യമുള്ള സമയത്ത് അതൊക്കെ ചെയ്തുകൊണ്ട് വേണം വർത്തമാനം പറഞ്ഞു കൊടുക്കാൻ എന്നാണ്. Please നല്ലൊരു fill അധ്യാപകൻ the എങ്ങനെ ആവണം എന്നൊക്കെ fill the ഓരോരുത്തർക്ക് മനസ്സിലാക്കാനുള്ള സന്ദർഭമാണിത്. please പിന്നെ പദച്ഛേദസ്തു fill the സ്വരഹ, ധൈര്യം, പറയാൻ ധൈര്യം ഉണ്ടാവും, ധൈര്യത്തോടു കൂടി പറയും. ധൈര്യം എന്നുള്ള വാക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ വെച്ചിട്ടുണ്ടോ? നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് പറയുന്നത് വെച്ചാൽ ധൈര്യപൂർവ്വം പറയാൻ പറ്റും. മനസ്സിലാക്കാത്ത കാര്യം പറയുമ്പോൾ ധൈര്യം കുറഞ്ഞു പോകും. ധൈര്യം കുറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ശബ്ദം കുറഞ്ഞു പോകും. ശബ്ദം കുറയുമ്പോൾ നിങ്ങളുടെ അവസാനത്തെ അക്ഷരം ഏതാണെന്ന് മറ്റൊരു കേൾക്കില്ല എന്നാണ്. ഇപ്പോൾ fill the വർദ്ധതേ എന്ന് ആണ് ക്രിയ നിരിക്കട്ടെ. ആ ക്രിയയില് വർദ്ധതേനെത്തുമ്പോഴാണ് മനസ്സിൽ സംശയം, ഇത് ആത്മനേപതാണോ പരസ്മേപതാണോ വർദ്ധതി എന്നാണോ പറയേണ്ടത് വർദ്ധതേന്നാണോ എന്നുള്ള സംശയം വരുമ്പോൾ നിങ്ങൾ ഉടനെ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടോ, ഈ അവിടുത്തെ വോളിയം കുറയ്ക്കും. വോളിയം കുറച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടും എന്നർത്ഥം. ഇത് പാടില്ലാത്തതാണ് എന്നർത്ഥം. അപ്പൊ അത് വരണമെങ്കിൽ എന്ത് വേണം? ഭാഷയിൽ ഒരു കമാൻഡ് ഉണ്ടാവണം. അതാണ് ധൈര്യം. ലയസമർത്ഥം ച ഷഡേതേ പാഠകാഗുണ. ഇതാണ് പാഠകന്റെ ഗുണം. ഇപ്പോൾ വർത്തമാനം പറയുമ്പോൾ ഇതേപോലെയുള്ള ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട് ഭാഷയിൽ. ഇപ്പൊ സാധു ആയുള്ള ശബ്ദം പറയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇനി ഈ അക്ഷരങ്ങൾ എങ്ങനെയാ ഉച്ചരിക്കേണ്ടത്? കടിച്ച് ഞെരിച്ച് വാക്കുകളെ കടുപ്പിച്ച് പറയാനൊക്കെ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പാടില്ല. ഈ അക്ഷരങ്ങളെ നമ്മൾ ഈ പൂച്ച തൻ്റെ കുട്ടിയെ കൊണ്ടുപോണ പോലെ വേണം പറയാൻ എന്നാണ് പറയുന്നത്. അതായത് പൂച്ച പ്രസവിച്ച് ആ ശിശുവിനെ എന്ത് ചെയ്യുന്നു? കടിച്ചെടുത്താണ് അത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ കുട്ടി വിഴുവില്ല, അതിൻ്റെ മുഖത്തൊരു പോറൽ പോലും ഏൽക്കില്ല എന്ന്. ഒട്ടും തന്നെ പരിക്ക് പറ്റാതെ താഴെ വീഴാതെ എങ്ങനെയാണോ ഈ പൂച്ചയല്ല പാണിനി പറഞ്ഞ വ്യാഘ്രി എന്നാണ് പറഞ്ഞത്. വ്യാഘ്രി എന്താണ്? യഥാ ഹരേത് പുത്രാൻ ദംഷ്ട്രാഭ്യാം നച പീഡയേത് ഭീതാ പതനഭേദാഭ്യാം തദ്വത് വർണ്ണാൻ പ്രയോജയേത് എന്നാണ്. വ്യാഘ്രങ്ങൾ എങ്ങനെയാണോ കുട്ടികളെ കൊണ്ടുപോകുന്നത്, പുലികൾ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് എന്നാണ്. അപ്പോൾ പാണിനി എന്താ ഈ പുലികളെ പറ്റി പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈ പാണിനിയോട് ഒരു പുലി ചോദിച്ചു അത്രേ, എങ്ങനെയാണ് താൻ എൻ്റെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. കഥ താൻ എങ്ങനെയാണ് എൻ്റെ കഥ ഉണ്ടാക്കിയിരിക്കുന്നത്, എൻ്റെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പാണിനി പറയുന്ന ഉത്തരം വ്യാജിഘ്രതി ഇതി വ്യാഘ്രഃ എന്നാണ്. വ്യാജിഘ്രതി ഇതി വ്യാഘ്രഃ എന്ന് അദ്ദേഹം അതിന് സമാധാനം പറഞ്ഞു. വളരെ സന്തോഷമായി വ്യാഘ്രത്തിന്. ഞാൻ എന്തേ ചെയ്യുന്നുള്ളൂ, തൻ്റെ മുമ്പിൽ വരുന്നവരെ ഒന്ന് വിശേഷമായിട്ടൊന്ന് വാസനിച്ച് നോക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഈ അർത്ഥത്തിലാണ് വ്യാഘ്രം എന്നുള്ള വാക്കിന്. വാസനിച്ചാൽ പിന്നെ അടുത്ത ക്ഷണം കൊല്ലലാണല്ലോ. പക്ഷെ അത് പറയാതെ സന്തോഷിപ്പിച്ചു വിട്ടു എന്നർത്ഥം. ഇതാണ്. ഇതേപോലെ പണ്ട് ഇദ്ദേഹം പോയിട്ടുണ്ട്. പാണിനി ഒരു കഥ പറയാറുണ്ട്. എൻ്റെ പേര് താൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് വിശ്വാമിത്രൻ ചോദിച്ചു. വിശ്വാമിത്രൻ ചോദിക്കുകയാണ്, എൻ്റെ പേരെങ്ങനെയാ നിഷ്പാദിപ്പിക്കൂ എന്ന് പറയും. അപ്പോൾ രണ്ട് സാധ്യതയുണ്ട് അതിൽ. ഒന്ന്, വിശ്വമിത്രം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ വിശ്വമിത്രം എന്ന രൂപം ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഇനി വിശ്വസ്യ അമിത്ര എന്ന് പറയുകയാണെങ്കിൽ വിശ്വാമിത്ര എന്ന് രൂപം ഉണ്ടാവും. പക്ഷെ അത് പറഞ്ഞാൽ ഇയാൾ ശപിക്കും, ഉറപ്പാ. അപ്പോ പാണിനി എന്ത് പറഞ്ഞു? ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മിത്രേച്ച ഋഷൗ എന്നൊരു സൂത്രമാണ്. മിത്രേ ഇങ്ങനെ ഏത് വാക്കുണ്ടാക്കി? വിശ്വാമിത്ര എന്നുള്ള വാക്കുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ വിശ്വാമിത്രന്റെ അനുഗ്രഹവും കിട്ടി എന്നാണ്. ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഈ പാണിനി ഒരു വ്യാഘ്രം കടിച്ചിട്ടാണ് പാണിയുടെ അവസാനം എന്ന് പറയുന്നത്. പാണിനിക്ക് മാത്രമൊന്നുമല്ല, ജൈമിനിയെ ഇങ്ങനെ ഒരു മുതല പിടിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് അവസാനം ആ കവി സമാധാനിക്കാൻ അജ്ഞാനാവൃതചേതസാം അവിരുഷാം കോർത്ഥ തിരശ്ചാം ഗുണൈ എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കുന്നുണ്ട്. മൂന്ന് ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വ്യാഘ്രം
മൂതല ഇതൊക്കെ തുടങ്ങിയ മൃഗങ്ങളൊക്കെ പിടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരു പദ്യം പ്രസിദ്ധമായിട്ട് കേൾക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞെന്താ വെച്ചാൽ പദങ്ങൾ സാധുവായിട്ട് പ്രയോഗിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി മഹാഭാഷ്യക്കാരൻ്റെ കഥ അങ്ങനെ കുറച്ചും കൂടി വിചിത്രമായിട്ടാണ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടോ, പദങ്ങളുടെ അക്ഷരങ്ങളല്ലേ ആദ്യം ഉണ്ടാവണത്. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നിടത്ത് തന്നെ ഈ തെറ്റുകളും കാര്യങ്ങളും വരും എന്നാണ് അദ്ദേഹം ഒരു 10-14 സ്വരദോഷങ്ങൾ പറയുന്നുണ്ട് എന്നാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെന്തൊക്കെയാ? ഗ്രസ്തം, നിരസ്തം, അവിലംബിതം, നിർഹതം, അംബൂകൃതം, അധോവികമ്പിതം, സന്ദഷ്ടമേണീകൃതവർദ്ധകം ദ്രുതം വികീർണമേതാസ്വരം നിരസ്തം അവിലംബിതം തുടങ്ങിയിട്ടുള്ള അനവധി സ്വരദോഷങ്ങളുണ്ട്. സ്വരം ഉച്ചരിക്കുമ്പോൾ തന്നെ ദോഷങ്ങൾ. സ്വരം ഒറ്റയ്ക്ക് നിൽക്കില്ല, ഏതെങ്കിലും പദത്തിന്റെ കൂടെ വരും, വ്യഞ്ജനങ്ങളുടെ കൂടെ വരുള്ളൂ. അങ്ങനെ വന്നാൽ തന്നെ അത് ഉച്ചരിക്കുമ്പോഴും ഇത്രയും തെറ്റുകൾ സംഭവിക്കാം എന്ന് പറയാൻ വേണ്ടി ഒരു പദ്യം എടുത്ത് നമുക്ക് തരികയാണ്. നോക്കാം. ഗ്രസ്തം. ഗ്രസ്തം എന്നുള്ള ദോഷത്തിന് എന്താണ് അർത്ഥമുണ്ടോ? ജിഹ്വാമൂലേ നിഗൃഹീത. ഈ വാക്ക് മൂക്കുകൊണ്ടാണോ പറയണത്, അക്ഷരം മൂക്കുകൊണ്ടാണോ പറയുന്നത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അതിനെയാണ് ഗ്രസ്തം എന്ന് പറയുന്നത് എന്നർത്ഥം. നിരസ്ഥമായ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടോ, നിഷ്ഠുരമായ ശബ്ദങ്ങളാണ്. നിഷ്ഠുരമായ ശബ്ദം വെച്ചാൽ ചില ആൾക്കാർ മൃദുവായിട്ട് പദം പറയേണ്ടി വരുന്നതൊക്കെ ഘോഷമായിട്ടും അധികരായിട്ടൊക്കെ ഉച്ചരിക്കുക ധാരാളമുണ്ട്. പണ്ട് അങ്ങനെ പ്രസിദ്ധനായൊരു മന്ത്രി നമുക്ക് ഉണ്ടായിരുന്നു. അയാൾക്ക് അധികരോ ഘോഷമായിട്ടേ ഉച്ചരിക്കുള്ളൂ. അത് ഏത് അഭ്യാസമായാലും അവിടെയൊക്കെ ഈ വിഷയം വരും എന്നർത്ഥം. അവിലംബിതം എന്ന് പറഞ്ഞാൽ വർണ്ണാന്തര സംഭിന്നം, വേറൊരു വർണ്ണത്തിനോട് കൂടി ചേർത്ത് പറയുന്നതാണ് ഈ അവിലംബിതം എന്ന്. നിർഹതം എന്ന് പറഞ്ഞാൽ രൂക്ഷമായുള്ള വർണ്ണങ്ങൾ. രൂക്ഷം എന്ന് പറഞ്ഞാലോ കർണങ്ങളൊന്നും പറയാൻ തന്നെ ആകാരത്തിന് പോലും കർണകടുത്വം വരാം എന്ന് പറയാം. സ്വതവേ ഈ സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ വാ പൊളിച്ച പുറത്തേക്ക് വരേണ്ട അക്ഷരം അത്രേ വേണ്ടു. വാ പൊളിക്കുമ്പോഴേക്കും ആകാരം പുറത്തു വരും. പക്ഷേ ആ ആകാരത്തെയും കൂടി നിഷ്ഠുരായിട്ട് ഉച്ചരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയാം. അത് പിന്നെ വേറൊന്ന് അംബൂകൃതം. വ്യക്തമാണെങ്കിലും അവ്യക്തം പോലെ കേൾക്കുന്ന ശബ്ദം. നേരത്തെ ഉദാഹരിക്കൊക്കെ ഉണ്ടായി അതുപോലെയുള്ള ശബ്ദങ്ങൾ. വികമ്പിതം എന്ന് പറഞ്ഞാൽ കമ്പമാന, ഇളക്കുണ്ട് തോന്നിപ്പോകും. ഇളക്കി ഇളക്കി സംഭാഷണം ചെയ്യുന്ന ഒരാൾക്ക് ആ തെളിച്ചം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ അക്ഷരശ്ലോകക്കാർക്കൊക്കെയാണ് ഈ ദോഷം ധാരാളമായിട്ട് വരും. അവരാണ് തല കുലുക്കിയിട്ട് അക്ഷരങ്ങൾ അങ്ങനെ കുലുക്കി കുലുക്കി ചൊല്ലിക്കൊണ്ട് പോകുന്നത്. ചിലർക്ക് നന്നായിട്ട് ചൊല്ലുന്ന ആൾക്കാരുണ്ട്. ആ ദോഷം അവിടെയാണ് അധികം കാണാറ് എന്നർത്ഥം. ഏണീകൃത എന്ന് പറഞ്ഞാൽ അവശിഷ്ട കിമയം ഏകാരഹ. ഇത് നേരത്തെ പറഞ്ഞതാണ്. അതായത് അവശേഷിക്കുന്ന ഈ അവസാനത്തെ ഈ ശബ്ദം ഏകാരാണോ ഓകാരാണോ എന്ന് നിശ്ചയിക്കാത്ത അവസ്ഥ വരും. അങ്ങനെ ഉച്ചരിക്കുക, അതാണ് ആ ദോഷം. ഏണീകൃതം എന്ന് പറഞ്ഞു. അർദ്ധകം. അർത്ഥം വെച്ചാൽ ദീർഘമായുള്ള വർണ്ണങ്ങളും ഹ്രസ്വമായിട്ട് ഉച്ചരിക്കുക. അങ്ങനെയുള്ള ദോഷമുള്ള ആൾക്കാർക്ക്. വികീർണം എന്ന് പറഞ്ഞാൽ വർണ്ണാന്തരേ പ്രസൃതമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്വരത്തിന് ഇത്ര അധികം ദോഷങ്ങൾ വരാം എന്ന് ഭാഷ്യകാരൻ നമ്മളെ ബോധിപ്പിച്ചു തരുന്നുണ്ട്. അതായത് ഗ്രസ്തം, നിരസ്തം, അവിലംബിതം, നിർഹതം, അംബൂകൃതം, ധ്മാതം, അഥോവികമ്പിതം, സന്ദഷ്ടമേണീകൃതമർദ്ധകം, ദ്രുതം, വികീർണമേതാ സ്വരദോഷഭാവന എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അക്ഷരങ്ങൾക്ക് ഈ ശ്രദ്ധ വേണം. അത് കഴിഞ്ഞ് അക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്ന പദങ്ങൾ ഉച്ചരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശ്രദ്ധ വേണം. അത് കഴിഞ്ഞ് അത് ചേർത്തുണ്ടാകുന്ന വാക്യങ്ങൾ ഉച്ചരിക്കാൻ കുറേയും കൂടി ശ്രദ്ധ ആവശ്യമാണ്. അങ്ങനെ കുറേയും കൂടി ശ്രദ്ധ ചെലുത്തിയിട്ട് കുറേ കൂടി ആലോചിച്ച് വർത്തമാനം പറയുമ്പോഴാണ് അതെന്താവുന്നത്? സാരം ച വചോഹി വാഗ്മിത എന്ന ലെവലിലേക്ക് എത്തുന്നത്. വളരെ കുറച്ച് പറയുക, സാരവത്തായിട്ട് കാര്യങ്ങൾ പറയുക, അത് വാഗ്മിതയാണ്. ഈ പാണിനിക്ക് ഇഷ്ടമുള്ള ആളാണ് ഇയാൾ. വാഗ്മിയാണ് പാണിനിക്ക് ഇഷ്ടം.
വാഗ്മിയാവണം, കുറച്ച് പറയാൻ കഴിയണം. എന്നാലോ പറയുന്നത് മുഴുവൻ സാരവത്താവണം. കാരണം ഈ സൂത്രം വിധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വേറൊരു സൂത്രം വിധിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടോ? ആടജാലചൗ ബഹുഭാഷി. ആടച്ച് ആലച്ച് എന്നുള്ള രണ്ട് പ്രത്യയം വരും. ആ പ്രത്യയം ഏതർത്ഥത്തിലാ? ബഹുഭാഷിണി, ധാരാളം സംസാരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാ. അപ്പോ വാചാടഹ എന്ന് പറഞ്ഞാലും വാചാലഹ എന്ന് പറഞ്ഞാലും ധാരാളം സംഭാഷണം ചെയ്യുന്ന ആള് എന്നാണ് പറഞ്ഞത്. ആ അർത്ഥം എന്തല്ല അത്ര സ്വീകാര്യമുള്ള അർത്ഥമല്ല. ആരും ലോകത്ത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഭാഷയെ സംബന്ധിച്ചിടത്തോളം അവരല്ല ഇഷ്ടക്കാര്. ഇങ്ങനെയുള്ള ആൾക്കാരെ ലോകത്ത് നമുക്ക് ധാരാളം കാണാം. കോളേജിനും ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമസ്കാരം. നമസ്തേ സാർ. നമസ്തേ. ഹലോ സാർ. ആരാണ്? എന്റെ പേര് പ്രവിത. ഞാൻ ഇവിടെ കാക്കനാട് ഭവൻസിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. സംസ്കൃതം. ക്യാമറ ഓൺ ചെയ്യൂ പ്രവിത. ക്യാമറ ഓൺ ചെയ്യൂ. ഓക്കെ. നമസ്തേ സാർ. ഒരു സംശയം. ഞാൻ പ്രൈമറിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ചെറിയ കുട്ടികൾക്ക് എപ്പോഴും ഈ ജെൻഡറിന്റെ ക്ലാസ് വിവേചനം പറഞ്ഞു കൊടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം പറയുമ്പോൾ. അപ്പൊ സാറത് തുടങ്ങി അങ്ങ് വേഗം പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി അതിനെപ്പറ്റി അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ധേനു എന്നുള്ള ശബ്ദം പറയുമ്പോ ശരിക്കും പിക്ചറിൽ പശു ധേനുവിന്റെ ആയിരിക്കും. അപ്പൊ കുട്ടികൾ പറയും അത് സ്ത്രീലിംഗം അല്ലേ, അങ്ങനെയുള്ള രീതിയിൽ സംശയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ കുട്ടികളുടെ തലത്തിലേക്ക് ഇറങ്ങി അവരെങ്ങനെ ഈ ജെൻഡർ എളുപ്പം മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാമോ സാർ? ഈ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഒരു കാര്യം മാത്രമേ വേണ്ടൂ. ആ ലിംഗബോധമുള്ള പദങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക ആദ്യം. ഇപ്പോ ലത, സീത തുടങ്ങിയ ശബ്ദങ്ങൾ മാത്രം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവർ ആ കുട്ടികൾ എന്ത് ചെയ്യും? ഒരു കാറ്റഗറിയാക്കി മാറ്റും. അതേപോലെ ധനം, വനം, തൃണം തുടങ്ങിയ പദങ്ങളെടുത്ത് ഒരു ദിവസം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വേറൊരു തരത്തിൽ അത് മനസ്സിലാക്കും. ഉദാഹരണങ്ങളിലൂടെ ലിംഗത്തെ കുറിച്ചുള്ള ലിംഗം ഒരിക്കലും പ്രൈമറി ക്ലാസ്സിലെ 5ാം ക്ലാസ് വരെ മിണ്ടിപ്പോരും. ആ കാറ്റഗറിയാണോ എന്ന് മനസ്സിലാക്കുക മാത്രമേ പാടുള്ളൂ എന്നാണ്. പിന്നെ വേറൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, കുട്ടികളുടെ മനസ്സിൽ പുരുഷൻ, സ്ത്രീ, നപുംസകം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാവും. ആ സങ്കല്പവും ഈ ഭാഷയിലത്തെ ലിംഗവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യവും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മളിപ്പോ വൃക്ഷശബ്ദം പുല്ലിംഗാണെന്ന് പറഞ്ഞാൽ കുട്ടികളിപ്പോ എന്താ വിചാരിക്കുക? സംശയം വരുമല്ലോ അവർക്ക്. ആ സംശയം ഒഴിവാക്കാൻ ലോകത്തിൽ ലിംഗം എന്നുള്ള ശബ്ദം അതെങ്ങനെയാണ് മനുഷ്യർക്ക് വരുന്നത്, ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ ലോകാശ്രയ ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട്. ലിംഗം അശിഷ്ട്യം, ലിംഗത്തെ കുറിച്ച് ഉപദേശിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ലിംഗം ലോകാശ്രയമാണ്. ഒരു പദം ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ കൂടെ എൻ്റെ ലിംഗവും ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഭാഷകാരന്റെ പക്ഷം. അതുകൊണ്ട് ഭാഷകാരന്റെ ഈ സിദ്ധാന്തമൊക്കെ കുറെ അവസാനം പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഇത് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. 4ാം ക്ലാസ് വരെ ലിംഗത്തെക്കുറിച്ച് മിണ്ടരുത്, വചനത്തെക്കുറിച്ച് മിണ്ടരുത്. രൂപം കണ്ടിട്ട് എന്ത് ചെയ്യണം? ഇത് ഇതാണ് എന്ന് തിരിച്ചറിയണം എന്ന്. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചോളും, ഇതെന്താ വ്യത്യാസം എന്ന് ചോദിക്കും. അപ്പോൾ അയാളുടെ മനസ്സ് പാകപ്പെട്ടു എന്ന്. അതാണ് അതിന് പറഞ്ഞു തരാനുള്ളത്. മാഷേ നമസ്കാരം. പറയൂ. നവീനാണ് മാഷേ, കാലടി. നവീൻ അറിയാലോ? അയ്യോ നവീൻ. മാഷേ വലിയ സന്തോഷം. കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളിലേക്ക് പെട്ടെന്ന് ഇത് ഷെയർ ചെയ്തിരുന്നു കണ്ടപ്പോ തന്നെ. അപ്പൊ അവരൊക്കെ ഒരുവിധം ഇതിൽ ചേർന്നുണ്ട്. എന്റെ രണ്ട് മൂന്ന് പറയാം, കുറച്ച് സംശയം എന്ന് പറയാം. അതില് ഒന്ന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, അതിലൊരു ക്ലാരിറ്റി വരാത്തോണ്ട് വീണ്ടും ചോദിക്കുകയാണ്. ബ്രഹ്മ ശബ്ദത്തിന്റെ ഉച്ചാരണം, ബ്രഹ്മ എങ്ങനെയാണത്? അതിന്റെ സാധുവായിട്ടുള്ള ഉച്ചാരണം എങ്ങനെയാണ്? ബ്രഹ്മാന്നാണോ അല്ലെങ്കിൽ ആ ഒരു അഹകാരം മകാരം ഉള്ള പദമാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം എന്നാണ് നമ്മുടെ ഒരു ട്രഡീഷൻ അനുശാസിക്കുന്നത്. പക്ഷേ ശിക്ഷയില് ചില വ്യത്യാസങ്ങളോട് കൂടി ചില പദങ്ങൾ ഉച്ചരിക്കാറുണ്ട് എന്ന് പറയുന്നു. പാണിനിയുടെ ശിക്ഷ നോക്കിയാൽ മതി. നവീന്റെ സംശയം തീരാനുള്ള വഴി അവിടെയുണ്ട്.
പക്ഷെ അവിടെ ഒരു ആയിട്ടുള്ള ഹകാരം അങ്ങനെ എന്തോ പറഞ്ഞു കണ്ടു. അങ്ങനെ ഒരു ഹകാരത്തിന് വിശേഷം ഉണ്ടെന്ന്. അതെ അതെ, ആ ശിക്ഷയിൽ പറയുന്നുണ്ട് കേട്ടോ. ആ അതുപോലെ തന്നെ നനു പോലത്തെ ഉച്ചാരണങ്ങളെ, അതിനൊരു നിയമം എവിടെയെങ്കിലും ഉണ്ടോ? ഈ നകാരം ഉച്ചരിക്കുമ്പോ ആദ്യത്തെ നകാരത്തിന് ഇതും മുമ്പ് വരാൻ കാരണം നകാരം ഒന്നല്ലേ ഉള്ളൂ. അതെ, നകാരം ഒന്നേ ഉള്ളൂ. ആ നകാരത്തെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടോ, വെളുത്ത നകാരം കറുത്ത നകാരം എന്ന് പറയുന്നുണ്ട്. വെളുത്ത രേഫം കറുത്ത രേഫം എന്ന് പറഞ്ഞിട്ടൊക്കെ വൈദികന്മാര് ഇതിനെ മാറ്റിയിട്ടുണ്ട്, ഇതിനൊക്കെ പേരിട്ടുണ്ട് എന്നർത്ഥം. അപ്പോ ഈ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഉച്ചാരണ വൈവിധ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കേരളപാണി എന്ത് പറഞ്ഞു? ഏതെങ്കിലും പദം തുടങ്ങുന്ന സ്ഥലത്ത് നകാരം വന്നാൽ അത് നാ ഉച്ചരിക്കുക, ശേഷം വന്നാൽ നാ ആയിട്ട് ഉച്ചരിക്കുക എന്ന് അദ്ദേഹം ഒരു സാമാന്യ യുക്തി പറഞ്ഞു. പക്ഷെ അത് എല്ലാ സ്ഥലത്തും ഇണങ്ങില്ല. ഇരട്ടിപ്പ് വരുന്ന സ്ഥലത്തൊക്കെ പ്രശ്നം വരും. ഇരട്ടിപ്പ് വരും. എങ്ങനെ ഇപ്പൊ നന്നായി എന്ന് പറയുമ്പോ അപ്പുറത്തുള്ളത് നന്നായി എന്ന് പറയാൻ പാടില്ലല്ലോ, അങ്ങനെ വന്നു പോകും എന്നർത്ഥം. അപ്പോ ഈ നിയമം കൊണ്ട് എല്ലാ ലക്ഷ്യങ്ങളിലേക്കും എന്ത് എത്തുന്നില്ല, പൂർത്തി വരുന്നില്ല. അപ്പൊ കേരളപാണി എന്ത് ചെയ്തില്ല, അത് ചെയ്തിട്ടില്ല. അപ്പോ വൈയാകരന്മാരായ നമുക്ക് എന്തേ പറയാനുള്ളൂ, ഒരു ലിപി കൊണ്ട് 2 ഉച്ചാരണമുള്ള ധാരാളം അക്ഷരങ്ങൾ സംസ്കൃത ഭാഷയിലുണ്ട് എന്ന് പഠിപ്പിക്കാം. അതിൽ ഒന്നാണ് ര, അതേപോലെ വേറൊന്നാണ് ഈ പറയുന്ന ന. ഉപസർഗങ്ങളിലടത്തും ഈ പ്രശ്നം വരുന്നില്ല സർ? ഉപസർഗം വരുന്ന സമയത്ത് ഉപസർഗ നകാരത്തിന് നത്വം വരിക തുടങ്ങിയ കാര്യങ്ങളാണല്ലോ സംഭവിച്ചത്. അല്ല, നാന്നുള്ളത് ചിലപ്പോ പറയില്ല, ഉപനായകൻ എന്നുള്ളപ്പോ അതെ ആദ്യം വരുന്നതല്ല, എന്നാലും നമ്മൾ നാ തന്നെ ഉച്ചരിക്കുക എന്നുള്ള അവസ്ഥ വരുന്നത്. ന്യൂനം തുടങ്ങിയ സംശയങ്ങളാണ്. ന്യൂനം നനു പറയുമ്പോ നു പറയുന്നു, ന്യൂനം പറയുമ്പോ ന്യൂനം എന്ന് പറയുന്നു സംസ്കൃതത്തിൽ തന്നെ. അത്തരം ചില സംശയങ്ങൾ വരുമ്പോഴാണ് ഇതിന്റെ നിയമം എന്താണെന്ന് മനസ്സിലാവാത്തത്. നിയമം പാണി ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു നിയമവും പാണി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് സമാധാനം. അതെ അതെ അതെ. അതുപോലെ തന്നെ പക്ഷേ ഈ നൃസിംഹർകാരഹ എന്ന് പറഞ്ഞിട്ട് സന്ധിയിൽ പറയുന്നുണ്ടല്ലോ. എന്താണ് നൃസിംഹർകാരഹ എന്ന് പറഞ്ഞിട്ട് വാർത്തികത്തില് അല്ലെ? ഋകാരത്തിന് ദീർഘമുണ്ട്, ള് എന്നുള്ള അക്ഷരത്തിന് ദീർഘമില്ല. അപ്പോ 2 ഋകാരത്തിന് ദീർഘം വരുന്ന ഒരു സന്ദർഭം വരുമ്പോൾ എന്ത് സ്വീകരിക്കും എന്നുള്ളൊരു പ്രശ്നം വരികയാണെങ്കിൽ അവിടെ എന്ത് പറയണു, ഋകാരം പ്രയോഗിക്കണം എന്ന് പറയാൻ വേണ്ടി ഒരു സാവർണ്യം വിധിക്കുകയാണ്. ഋവർണയോർ മിഥ സാവർണ്യം വാച്യം എന്നുള്ളത് കൊണ്ട് ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. ഇത് നമുക്ക് എവിടെ കിട്ടുന്നറിയോ? ഋളുക്ക് എന്നുള്ള ഭാഷ്യത്തിൽ പറയും. ഋളുക്ക് ഭാഷ്യത്തിൽ ഋകാരോപദേശം എന്തിനാണ് അദ്ദേഹം ചെയ്തത് എന്ന് ചോദിക്കും. എന്നിട്ട് എതിർച്ഛയ അശക്തിജാനുകരണം എന്നൊക്കെ വളരെ ലിമിറ്റഡ് ആയുള്ള സർക്കിളിൽ മാത്രമേ ഇയാൾക്ക് ആവശ്യമുള്ളൂ എന്ന് പറയാം. അവസാനം ഋകാരില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അവിടുത്തെ സിദ്ധാന്തം, ഭാഷ്യത്തിലെ സിദ്ധാന്തം. അപ്പോൾ പിന്നെ എന്തിനാ എന്ന് ചോദിച്ചാൽ ഋകാരം എഴുതേണ്ട ആവശ്യം അധികം വരാത്തത് കൊണ്ടാണല്ലോ ഉപേക്ഷിക്കുന്നത്. ഇപ്പൊ പിന്നെ എഴുതാൻ സൗകര്യം ഉണ്ടല്ലോ കമ്പ്യൂട്ടറിലൊക്കെ. അതുകൊണ്ട് ഇപ്പൊ ആൾക്കാര് ഋകാരവും 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 ഒക്കെ ധാരാളം പുതിയ അക്ഷരങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പൊ അതൊരു നല്ല കാര്യമാണ്. മലയാളത്തിൽ ഇപ്പോ ഋകാരം എഴുതാൻ ഇപ്പോഴത്തെ ഒരു കുട്ടിയോട് പറഞ്ഞാൽ അയാൾ വളരെ ബുദ്ധിമുട്ടി പോകും. എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. സന്തോഷം. അതിന് വിശേഷ ഉച്ചാരണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം അത്രേ ഉള്ളൂ. അതും കൂടി ഉള്ളൂ. കാരണം സമയത്തിന്റെ ഒരു കുറവുണ്ട്, അത് മാത്രമായിട്ട് നിർത്തുകയാണ്. ആയിക്കോട്ടെ, സാറോട് കൂടുതൽ ചോദിക്കാൻ തോന്നുന്നുണ്ട്, എന്നാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, നമ്മുടെ കാലടിയിൽ ഇനി വരുമ്പോ കാണാം. ആയിക്കോട്ടെ. ഹലോ ഹലോ, ശരി, വളരെ സന്തോഷം. നമസ്തേ സർ, എന്റെ പേര് കീർത്തന രവി. ഞാൻ സെയിന്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹിയിലാണ് പഠിക്കുന്നത്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. പക്ഷെ ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. അത്രത്തോളം സാറിന്റെ
വാക്കുകൾ കേൾക്കാൻ ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. കീർത്തന എന്താണ് പഠിക്കുന്നത് ഡൽഹിയില്? ഞാന് കെമിസ്ട്രി ഓണേഴ്സാ പഠിക്കുന്നത്, 3rd ഇയർ. പക്ഷെ കൂടെ തന്നെ രാഷ്ട്രീയ സാംസ്കൃതിക സംസ്ഥാനില് BA സംസ്കൃതം ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസിൽ. താങ്ക് യു. എന്റെ അങ്കിളാണ് നാരായണൻ, അങ്കിളാണ് എന്റെ മേജർ കേസ് നാരായണൻ. അപ്പൊ മാമൻ പറഞ്ഞിട്ടാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. ഭയങ്കര ഇതായി തോന്നി. താങ്ക് യു സോ മച്ച്. ജയന്മാഷേ സർ പറയൂ സാർ, പറയൂ. എന്നിട്ട് ഞാൻ സാർ അവസാനം പറയാം. പറയൂ സാർ, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. അവസാനത്തെ കാര്യമാണ്. അതായത് നമ്മൾ സംഭാഷണം ചെയ്യുമ്പോൾ അതിലെ കർത്താവ് ഉത്തമപുരുഷൻ ഏകവചനമാവണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല. മാത്രമല്ല ജീവിതത്തിൽ കഴിയുന്നിടത്തോളം ഉത്തമ പുരുഷനെ ത്യജിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ കുമാരസംഭവത്തിൽ പാർവതിയുടെ അടുത്ത് വന്നിട്ട് പരമശിവൻ പറയുന്ന ഒരു വാക്യമുണ്ട്, അയം ജന ഭ്രഷ്ടുമനസ്തബോധനേ നേദ്രഹസ്യം പ്രതിവക്തുമർഹസ്തി എന്ന് പറയുന്നവ. ഈ ഉള്ളവൻ ചിലത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, വിരോധമില്ലെങ്കിൽ ഉത്തരം പറയണം എന്നാണ് അതിന്റെ അർത്ഥം പറഞ്ഞത്. അപ്പോ ലോകനാഥനായിട്ടുള്ള ശിവൻ പാർവതിയോട് സംഭാഷണം ചെയ്യുമ്പോൾ പ്രയോഗിച്ചത് പ്രഥമ ഏകവചനാണ്. അപ്പോ നമ്മുടെ സംഭാഷണത്തിൽ ഈ ഞാൻ എന്നിങ്ങനെ കൂടുതൽ വരുന്നത് ഒട്ടും ഭൂഷണമല്ല. എന്താക്കണം, കഴിയുന്നിടത്തോളം ഞഞ്ഞ വർത്തമാനം കുറയ്ക്കണം എന്നർത്ഥം. ഞാൻ അധികമുള്ള വർത്തമാനം അത് ഏറ്റവും കുറച്ചതാണ് ഏറ്റവും നല്ലത്. ഇത് ആർക്കറിയാം? ശിശുവിനറിയാം. ശിശു കുട്ടികൾ 4ാം ക്ലാസ് വരെ 5ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുണ്ടാവില്ല? അഹം എന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട് അവൻ ഒരിക്കലും ഞാൻ എന്ന് പറയില്ല. എന്ന മോന് വേണം, മോൾക്ക് വേണം, അല്ലെങ്കിൽ വാവയ്ക്ക് വേണം എന്നാ കുട്ടി പറയുക എന്ന അവനൊക്കെ പ്രഥമയിലേക്ക് വരും. അപ്പം മനസ്സിൽ അഹം ഇല്ലാത്തൊരു കാലമുണ്ട്. അത് ഈ LKG UKG കാലമാണ്. അതേ അവസ്ഥയായിരിക്കണം ജീവിതം മുഴുവൻ എന്നാണ്. അപ്പോൾ ഉത്തമ പുരുഷൻ പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളുടെ പല ഭാവങ്ങളും ഇല്ലാണ്ടാവും എന്നാണ്. ശരി സർ, സന്തോഷമുണ്ട്. പറഞ്ഞു കഴിഞ്ഞു സാർ, കഴിഞ്ഞോ സാർ? ഹലോ സാർ. സാർ ഞാൻ പറയാം സാർ. സാർ പറഞ്ഞതിൽ എനിക്ക് വളരെ സാർ ഹലോ കേൾക്കാവോ? ഹലോ സാർ, ഒരുപാട് നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട് സാർ. സാർ പറഞ്ഞത് പിന്നെ സാറ് എന്നാൽ വലിയ കാര്യങ്ങൾ ചെറുതാക്കി പറയുമ്പോൾ വലുതായി മനസ്സിലാവുമെന്ന് പണ്ട് വിജയൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, MN വിജയൻ സാറ്. ആ കാര്യം ഞാൻ എപ്പോഴും സാറ് സംസാരിക്കുമ്പോൾ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. വലിയ കാര്യങ്ങൾ ചെറിയ ഉദാഹരണങ്ങളിലൂടെ പറയുമ്പോൾ വലുതായിട്ടും നല്ല രീതിയിൽ മനസ്സിലാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കൊണ്ട് പറഞ്ഞാൽ സാറ് സാർ സാർ കേൾക്കുന്നുണ്ടോ? സാർ കേൾക്കാവോ? പഴയ പിന്നെ പണ്ട് സാറിങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഞാൻ കേൾക്കാണ്. പഴയ കാര്യം ഞാൻ ഓർക്കാണ്. എന്ന് വെച്ചാല് അധ്യാപകൻ കൊണ്ട് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ എന്താ വെച്ചാൽ അധ്യാപകൻ വിഷയം ഉൾക്കൊണ്ട് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഉൾക്കൊണ്ടു പോകുന്ന. ശരിക്കും അത് സാറിന്റെ ക്ലാസ്സിലാണ് ശരിക്കും എങ്ങനെയാണ് കൊണ്ടുപോവുക എന്ന് മനസ്സിലായത്. മറ്റുള്ളതൊക്കെ കണ്ടുപോവുക മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ കൊണ്ടുപോകാൻ അവസരം കിട്ടിയതിന് ഇനിയും സാറിനെ കണ്ടുപോകാനും കൊണ്ടുപോകാനും അവസരം സാറ് തരണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് സാർ. വാക്കുകൾ കൊണ്ട് സന്തോഷത്തെ പറയാൻ പറ്റില്ല എന്നറിയാം. എന്നാലും അതൊരു ഇങ്ങനൊരു ഔപചാരികത ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് മാത്രം. ഇനിയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ അത് ഡിസ്കഷൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. സാറിനെ ഞങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ വരാനും പാടില്ലല്ലോ. അയ്യോ VTP കോളേജാണോ പറയുന്നത്, അയ്യോ ഇനി വയ്യാന്ന് പറയുന്ന ഒരവസ്ഥ വരരുത്. ഇനി ഏതെങ്കിലും ആൾക്കാർക്ക് ഇനി സംശയം ചോദിക്കാനുണ്ടെങ്കിൽ
ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ ഡിസ്കഷനിൽ പങ്കെടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്ദി രേഖപ്പെടുത്താനായിട്ട്, അത് ഡിസ്കഷന് ശേഷം നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രുതി ടീച്ചർ ആയിരിക്കും. ഓക്കെ 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 സാർ. ആരോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് തോന്നുന്നു. ആരാണ്? ഗീതാ രാമചന്ദ്രൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? റോജർ. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിലേക്ക് വരുന്ന സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്മാർ, അതേപോലെ നമ്മുടെ LIC ഒക്കെ എടുപ്പിക്കാൻ വരുന്ന ആൾക്കാർ, ഇതൊക്കെ ഒക്കെ വാചാലമായിട്ട് സംസാരിച്ചു, വാചാടമായിട്ട് സംസാരിച്ചു. പക്ഷെ ആവശ്യമില്ലാത്തതാണ്. കുറച്ച് കാര്യം, കൂടുതൽ കാര്യം കുറച്ച് ഭാഷയിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നർത്ഥം. ഇതാണ് മഹാകവികളൊക്കെ ചെയ്തിട്ടുള്ളത്. അവർ പറയും അർത്ഥത്തിൻ്റെ പിന്നിൽ, പദത്തിൻ്റെ പിന്നിൽ അർത്ഥം ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട്. ഭൗഗോലിയൊക്കെ ഒരു സ്ഥലത്ത് പറയും, ഋഷീണാം പുനരധ്യാനാം വാചമർത്ഥോനുധാവതി. അവരുപയോഗിച്ച വാക്കിൻ്റെ പിന്നിലേക്ക് അർത്ഥങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുകയാണ്. ഞാനാദ്യം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള കഴിവാണ് നമുക്ക് ആര് നേടിത്തരുന്നത്? ഈ ശബ്ദശാസ്ത്രത്തിൻ്റെ അധ്യയനം കൊണ്ട് നേടിത്തരുന്നത്. സാധുവായ ശബ്ദങ്ങളാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇനി ഈ ഭാഷ പ്രയോഗിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എവിടെയാണ് സംഭാഷണം ചെയ്യുന്നത് എന്നുള്ള കാര്യം, അതാണ് സ്ഥലം നോക്കണം. അവിടെയുള്ള അത് കഴിഞ്ഞ് സ്ഥലം ഉചിതമല്ലെങ്കിൽ സംഭാഷണത്തിൽ നിൽക്കരുത്. അപ്പോൾ ഈ ഔചിത്യം ഇല്ലാത്ത ആൾക്കാരെ ധാരാളം കാണും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിച്ച വീട്ടിൽ ചെന്നിട്ട് അവിടെ മൊബൈലിൽ വർത്തമാനം പറയുന്ന ആൾക്കാരൊക്കെ നമുക്ക് ധാരാളം. അവിടെ പാടില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന ആൾക്കാർ, ആ വീട്ടുകാർക്കാണെങ്കിൽ ദുഃഖം തോന്നുന്ന ആ സമയത്തായിരിക്കും ഇയാളുടെ ഗർവാണം. ഇതാണ് സഹിക്കാൻ വയ്യാത്തത്. അപ്പോൾ സ്ഥലം നോക്കിയിട്ടേ സംഭാഷണം ചെയ്യാം. രണ്ടാമത്തത് മുഖം നോക്കണം എന്ന് പറയും. മുഖം നോക്കുക എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആൾക്കാരുടെ ഭാവം എന്താണ്, അവർക്കിത് മനസ്സിലാവുന്നുണ്ടോ, അവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ, അവർ പ്രസന്നന്മാരാണ് എന്ന് നോക്കണം മുഖം. അത് കഴിഞ്ഞിട്ട് ന്യായം നോക്കണം. ഞാൻ ഇത് ഇവിടെ പറയാൻ ന്യായമുണ്ടോ എന്ന് നോക്കും. അപ്പോൾ നോക്കൂ, ഇങ്ങനെ 2-3 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു 15 വാചകം മനസ്സിൽ വിചാരിച്ചു വെച്ചാൽ അത് 5ആയിട്ട് ചുരുക്കും എന്നർത്ഥം. അങ്ങനെ ചുരുക്കിയിട്ട് വേണം സാരവത്തായുള്ള കാര്യങ്ങൾ പറയാൻ. ഈ നിയമം പാലിക്കണം എന്നർത്ഥം. ചില ഈ സ്വാഗത പ്രസംഗമൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ചില അപൂർവ ചില മീറ്റുകളിൽ, ഇപ്പോൾ ഇന്ന് പാർവതിയൊക്കെ വളരെ ക്രിസ്പായി ചുരുക്കിയ വാക്കുകളെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ചില സ്വാഗതം എന്താവും എന്നറിയോ, അങ്ങോട്ട് നീണ്ടുപോയിട്ട് കഥകൾ പോയിട്ട് കീനോട്ട് അഡ്രസ്സിനേക്കാളും വലിയ സ്വാഗതം വരും. സ്വാഗത പ്രസംഗക്കാരും വെള്ളം വാങ്ങി കുടിക്കണ രംഗമൊക്കെ നമ്മൾ കാണും. എന്താ ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അനൗചിത്യത്തിൽ ഇതിനൊന്നും പറയാനില്ല. ക്ഷേമേന്ദ്രനെ മനസ്സിൽ നല്ലോണം ധ്യാനിക്കുക. ക്ഷേമേന്ദ്രനാണ് നേരെയായി നടക്കണം, നേരെയായി പറയണം, നേരെയായി ജീവിക്കണം എന്നൊക്കെ നല്ലോണം പഠിപ്പിച്ചെന്ന ആൾ. അദ്ദേഹത്തെ നല്ലതുപോലെ ഓർക്കുകയും വേണം. പിന്നെ ഏതൊരു ഭാഷയും മനസ്സിലാക്കണമെങ്കിൽ നല്ല കഴിവ് വേണം എന്നുള്ളതാണ് അടുത്ത കാര്യം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മലയാളത്തിലൊക്കെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ചില വരികളൊക്കെ അഴീക്കോട് മാഷ് എടുത്ത് വിമർശിച്ചിട്ടുണ്ട്. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നാണ് ആ കൃതിയുടെ പേര്. അതിൽ അദ്ദേഹം വിമർശിച്ചൊരു ഭാഗമുണ്ട്, അത് ഞാൻ ആ വരിക്ക് ഓർമ്മയുണ്ട്. അതായത് ക്ഷാമാങ്കിതൻ മധുരദർശനമായ തോളിൽ പ്രേമാകുലൻ പാണിയണച്ചു നിന്നു എന്നാണ് അദ്ദേഹം. തീരെ പറ്റാതെ പോയി. ആർക്ക്? നമ്മുടെ അഴീക്കോട് മാഷ്. ക്ഷാമാങ്കിതൻ, ക്ഷാമമായ അംഗങ്ങളും കൃഷിയങ്കിയായുള്ള ആൾക്കാർ, അവരുടെ മധുരദർശനമായ തോൾ. മധുരദർശനമായ തോൾ, അങ്ങനെ ഒരു തോളുണ്ടോ എന്നാണ്. മധുരദർശനമായൊരു തോളുണ്ടോ എന്നാണ് അഴീക്കോട് മാഷ ചോദ്യം. എന്നിട്ടോ പ്രേമാകുലൻ മൃദുലപാണി. ഈ പ്രേമാകുലൻ ആരാ? പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ്. അപ്പം അയാൾ കൈ ഇങ്ങനെ മൃദുലാവോ എന്നൊക്കെ അഴീക്കോട് മാഷി സംശയിക്കും. അത് സംശയിക്കുന്നിടത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ
ആ ഭാവത്തെ നോക്കിക്കാണുന്ന ഒരു കണ്ണിലൂടെ വേണം അത് നോക്കിക്കാണാൻ. അപ്പോഴേ അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അതാണ് ശങ്കരപ്രഭു വേറെ സ്ഥലത്ത് പ്രേമത്തിൻ ചില്ലിൽ കൂടെ നോക്കുമ്പോൾ ഏതും തോന്നും കാമനീയകത്തിന്റെ കളിവീടായി തന്നെ എന്ന് ശങ്കരപ്രഭു വേറൊരു സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലൊരു ആശയാണത്. നിങ്ങളുടെ കണ്ണല്ല മറ്റവരുടെ കണ്ണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമല്ല വേറൊരാളുടെ ഇഷ്ടം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെയും കുറ്റം പറയാൻ പറ്റില്ല എന്നർത്ഥം. ഇതാണ് ആ വരിയുടെ അർത്ഥം. അപ്പോ എന്താണ് പറയാനുള്ളത് വെച്ചാൽ സാധു ശബ്ദാനുശാസനം എന്ന് പാണിനി നമ്മൾക്ക് ഒരു ശാസ്ത്രം തന്നത് നല്ല ഭാഷ ഭംഗിയായിട്ട് ഉപയോഗിക്കാനും അതിലൂടെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്കൊരു സംസ്കാര വിശേഷം, ഈ സംസ്കാരത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനും അതാണ് ഭാഷയുടെ മുഖ്യമായ ധർമ്മം. അതത് നിർവഹിക്കുന്നു. അതിന് നിങ്ങളെയൊക്കെ പര്യാപ്തരാക്കാൻ ഭാഷയ്ക്ക് കഴിയും എന്നാണ് പാണിനി ആചാര്യൻ മനസ്സിലാക്കി വെച്ചത്, പറഞ്ഞെടുത്തത് എന്നാണ്. എന്തായാലും ഈ നമ്മുടെ പ്രിയ ശിഷ്യനായുള്ള ജയൻ മാഷും പ്രിയ ശിഷ്യയായിട്ടുള്ള നമ്മുടെ പാർവതി ടീച്ചറും പിന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ അധ്യാപകരും എനിക്ക് വളരെ പരിചയമുള്ളവരാണ്. ഇന്ദിര ടീച്ചറായാലും മല്ലിക ടീച്ചറായാലും നാരായണ നമ്പൂരി മാഷ് എല്ലാവരും നല്ല പരിചയമുണ്ട്. എല്ലാവർക്കും ഓർത്തുകൊണ്ട് എനിക്ക് തന്ന ഈ അവസരത്തിന് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. നമസ്കാരം മാഷേ, വളരെ സന്തോഷമുണ്ട്. വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തിലും ഈ ഒരു സന്ദർഭത്തിലും സംസ്കൃതത്തിൻ്റെ പ്രൗഢി അല്ലെങ്കിൽ സംസ്കൃത ഭാഷയുടെ വളർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും സംസ്കൃതം പുതിയ പുതിയ രൂപഭാവങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഭാഷാപ്രയോഗത്തിൽ വന്നു പെട്ടേക്കാവുന്ന അസാധുതകളെ ചൂണ്ടിക്കാട്ടി അതിലേക്ക് നമുക്ക് ഏവർക്കും വെളിച്ചം തരുന്ന രീതിയിലുള്ള ഈ ഒരു ഭാഷണം വളരെ സന്തോഷപ്രദമാണ്. തീർച്ചയായും സാറുടെ ക്ലാസ് എല്ലാവരും, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെ എല്ലാവരും സാറെ കേൾക്കാൻ വേണ്ടി മാത്രം എത്തിച്ചേർന്നിട്ടുള്ള നിരവധി ആൾക്കാരാണ് ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി പുറത്തു നിന്നുള്ള എത്രയോ ആളുകൾ ഈ ഒരു സംരംഭത്തിൽ പങ്കുചേർന്നു. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം, ശരിക്കും പറഞ്ഞാൽ ഇത് ആർക്കും മതിയായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സാർ പറഞ്ഞ കാര്യങ്ങളിൽ ഇനിയും കേൾക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും. എന്നുവെച്ചാൽ ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, ഇനി കുറച്ചും കൂടി പറയണ്ടാവും എന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കലുഷിതമായിട്ടുള്ള മഹാമാരിയുടെ ഒക്കെ ബുദ്ധിമുട്ടുകളുള്ള ഈ ഒരു അവസരത്തിലും നമുക്കിത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ അധ്യാപകരുടെയും, ഇതിനു മുൻപ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന, സത്യത്തിൽ ഇന്നിവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഇന്ദിര ടീച്ചറും മല്ലിക ടീച്ചറും നാരായണ നമ്പൂതിരി സാറും എല്ലാവരും ഉണ്ടാവേണ്ടതായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചിരുന്നു. അവർക്കൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു ചേർന്നത് കൊണ്ടും മറ്റു ചില കാര്യങ്ങളിൽ പെട്ടെന്ന് വ്യാപൃതരാവേണ്ടി വന്നത് കൊണ്ടും മാത്രമാണ് അവരാരും ഇതിൽ സംയോജിക്കാതിരുന്നത്. അവരൊക്കെ നിങ്ങളോട് ഏവരോടും അവരുടെയൊക്കെ ആശംസകൾ അറിയിക്കണം എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടും ഉണ്ട്. നാരായണ നമ്പൂതിരി സാർക്ക് ഇന്ന് 2 പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്ദിര ടീച്ചർക്കും മല്ലിക ടീച്ചർക്കും ഒക്കെ അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായ കാര്യനിർവഹണങ്ങളും ഉണ്ട്.
അതുകൊണ്ടാണ് അവർ പങ്കെടുക്കാഞ്ഞത്. എല്ലാവരും സാറോട് പ്രത്യേകം പ്രണാമങ്ങൾ അറിയിച്ചിട്ടും ഉണ്ട്, സാറോട് പറയണം എന്ന് സൂചിപ്പിച്ചിട്ടും ഉണ്ട്. അപ്പോൾ സംസ്കൃത കുലത്തിൻ്റെ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ സംസ്കൃത പ്രേമികളുടെയും സംസ്കൃതം പഠിക്കുന്നവരുടെയും ഒക്കെ ഗുരുഭൂതനായ സാറുടെ വാക്കുകൾ നമുക്കൊക്കെ കേൾക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇനിയും നമുക്ക് ഏവർക്കും സാറുടെ വാക്കുകൾ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മാത്രവുമല്ല, ഞങ്ങളുടെ എല്ലാ കുട്ടികളുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. മഴയും അതുപോലെയുള്ള കറണ്ട് ഇല്ലായ്മയും ഒക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പലർക്കും ഇതിൽ ചേരാൻ സാധിച്ചിട്ടും ഇല്ല. കുട്ടികളെല്ലാവരും എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ടീച്ചർ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, കറണ്ട് ഇല്ല, ചാർജ് ഇല്ല, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ 2 വാക്ക് നമുക്ക് സംസാരിക്കാം. അതിനുള്ള ഒരു വേദി കൂടി നമ്മൾ ഈ ചർച്ചയിൽ വേണ്ടതാണല്ലോ. അതുകൊണ്ട് നമ്പൂരി സാർ നമസ്തേ. നമ്പൂരി സാർ നമസ്തേ. കെ എസ് നാരായണൻ. പറയൂ നാരായണ മാഷെ, പറയൂ. സാർ വളരെ മനോഹരമായിരുന്നു. വാസ്തവത്തിൽ ഈ ക്ലാസ്സൊക്കെ സംസ്കൃതം കുട്ടികൾക്ക് മാത്രമല്ല, വിദ്യ അഭ്യസിക്കുന്ന എല്ലാ ആളുകളും ഇത് കേൾക്കേണ്ടതാണ്. വളരെ യുക്തിസഹമായ കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. ഇപ്പോ എനിക്ക് തോന്നിയത് പാർവതി ടീച്ചറുടെ സ്വാഗത പ്രസംഗത്തേക്കാൾ ഗംഭീരമായിരുന്നു സാറിന്റെ ടോക്കിന് ശേഷമുള്ള ടീച്ചറുടെ അവതരണം. ഒരുപക്ഷെ സാറിന്റെ പ്രസംഗത്തിന്റെ ഒരു ഇമ്പാക്ട് തന്നെ ആയിരിക്കും. സാറ് പറഞ്ഞ പോലെ ഗീതി, ശീഖ്രി, ശിരക്കമ്പി ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ BEd പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. വാസ്തവത്തിൽ എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ച്, എനിക്ക് തന്നെ പലപ്പോഴും ഞാൻ ഈ ശീഖ്രി എന്ന ഗ്രൂപ്പിൽ പെടും തോന്നുന്നു, ചില കുട്ടികൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്വയം കണ്ടറിഞ്ഞ് തിരുത്താൻ കഴിഞ്ഞെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ സാറിന്റെ പ്രഭാഷണം തന്നെയാണ്. ഇപ്പൊ 1 മണിക്കൂറിലധികം പോയത് ആരും അറിഞ്ഞിട്ടില്ല. പാർവതി ടീച്ചർ പറഞ്ഞ പോലെ ഇനിയും വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ടീച്ചർ പ്രസന്റ് ചെയ്യേണ്ട രീതി. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. ഗുരുവിനെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇത് സംഘടിപ്പിച്ച പാർവതി ടീച്ചർക്കും ജയൻ സാറിനും അഭിനന്ദനങ്ങൾ. താങ്ക് യു നാരായണ മാഷെ, സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു. ഹലോ സർ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാനുണ്ട്, പറയൂ. ആദ്യമായിട്ട് ഇങ്ങനൊരു, അതെ ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ക്യാമറ ഓൺ ചെയ്യൂ. സുജ, ക്യാമറ ഓൺ ചെയ്തോളൂ. ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. NSS കോളേജിലെ അധ്യാപികയാണ്. സർ, വളരെ നല്ലൊരു ടോക്കായിരുന്നു. നല്ലോണം ആസ്വദിച്ചു. ശരിക്കും സംസ്കൃതം പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ച സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിനെ അനുമോദിക്കുകയും ചെയ്യുന്നു. CTP കോളേജിലെ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിനെ പ്രത്യേകിച്ച് അഭിനന്ദനം അർപ്പിക്കുന്നു. സർ, നാരായണൻ സാറുടെ ടോക്ക് വളരെ രസകരമായി തോന്നി. ഇനിയും ഇങ്ങനെയുള്ള ടോക്കുകൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു സർ. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ടീച്ചർ. നമസ്തേ സാർ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാനുണ്ട്. നമസ്തേ സാർ. ഞാൻ മിഥുനാണ്, കാലടി സർവകലാശാലയിൽ നിന്നാണ്. ഞങ്ങള് കുറച്ചുപേര് ഇതിലുണ്ടായിരുന്നു. മിഥുനാണ് സാർ, കാലടി. പറയൂ പറയൂ. സാർ നന്ദി സാർ. കുറെ നാൾ കൂടിയാണ് സാറിന്റെ ഒരു ടോക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് ഒരു അവസരം ഉണ്ടാക്കി തന്ന ടീച്ചർക്കും ഇതിന്റെ സംഘാടകർക്കും ആദ്യം തന്നെ നന്ദി പറയാണ്. സാറ് പറഞ്ഞതിന്റെ ഇതായിട്ട് അനുബന്ധമായിട്ട് വിപരീതമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കരമായ ഈ ക്ലാസ് ഇങ്ങനെ ഞങ്ങളുടെ 1 മണിക്കൂർ സഫലമാക്കി തന്നത്. ബാക്കി പകരം ഫായും പിന്നെ ഈ ഭയങ്കരം എന്നുള്ളതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോ ഞങ്ങള് കുറച്ചു പേരുണ്ട്. കുറെ കാലം കൂടി ഇതൊരു അവസരം ഉണ്ടാക്കി തന്ന ടീച്ചർക്കും പിന്നെ എന്തോ ഓക്കെ സർ ഇതിന്റെ ഹലോ
പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എനിക്ക് സംശയമല്ല, മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്തരം ഒരു ക്ലാസ് കേൾക്കാൻ പറ്റിയതിലും അതുപോലെ സംഘടിപ്പിച്ചിട്ടുള്ള ടീച്ചർക്കും സാർക്കും ഒക്കെ വളരെ ഇപ്പോഴും മനസ്സിന്ന് സാർ പറഞ്ഞിട്ടുള്ള, ഞാനിവിടെ എഴുതിയെടുക്കുമായിരുന്നു ഓരോ വാക്കുകളും എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഉച്ചാരണ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്? അത് കേവലം സംസ്കൃത അധ്യാപകർക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ മാത്രമല്ല, മേജർ സാർ പറഞ്ഞ പോലെ ഏതൊരു വ്യക്തിക്കും അത് ആവശ്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സാറ് മനസ്സിലാക്കി തന്നു. എൻ്റെ സുജ ടീച്ചർ തന്നിട്ടുള്ള ആ ലിങ്ക് വഴിയാണ് ഞാൻ ഇതിൽ പങ്കെടുക്കാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചത്. വളരെ സന്തോഷം. സാറെ പരിചയപ്പെടാൻ പറ്റിയതിലും സാറിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റിയതിലും എല്ലാം വളരെ സന്തോഷം. അതുപോലെ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ, സാറുടെ ആ സംസാരം കേൾക്കുമ്പോൾ എനിക്ക്, ഞാൻ തൃശ്ശൂരിലാണ് B.Ed ചെയ്തത്. അവിടെ ഡോക്ടർ E.N. ഉണ്ണികൃഷ്ണൻ എന്നൊരു എൻ്റെ ബഹുമാനപ്പെട്ട ആദരണീയനായ ഞങ്ങളുടെ മാഷുണ്ട്. അപ്പോൾ മാഷുടെ ഒരു സംസാരവും അപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വന്നത്. എന്നും മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്ലാസ്സായിരുന്നു സാറിൻ്റെ. വളരെ സന്തോഷം സാർ. ഹലോ, ഇനി നന്ദി രേഖപ്പെടുത്തുന്നതിന് ശ്രുതി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത്ര വാല്യുബിൾ ആയിട്ടുള്ള ശ്രുതി ക്യാമറ ഓൺ ചെയ്യൂ. ഓക്കെ. ഇത്ര വാല്യുബിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ക്ലാസ് നാരായണമാഷ എടുത്തതിൽ എനിക്ക് തോന്നുന്നു ഡിപ്പാർട്ട്മെന്റോ VTB കോളേജോ നന്ദി പറയുകയല്ല വേണ്ടത് തോന്നുന്നു. ഈ ക്ലാസ് കേട്ട എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരുന്ന, ഇത് ഉപകാരപ്രദമായ എല്ലാവരും സാറിനെ നമസ്കരിക്കുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ. ഒരു കൃതജ്ഞത എന്നുള്ളതിലുപരി ഒരു നമസ്കാരമാണ് നല്ലത് തോന്നുന്നു. ഞങ്ങളെല്ലാവരും സാറിനെ നമസ്കരിക്കുന്നു. ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചിട്ട്, നാരായണമാഷിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി മാത്രം ഭാരതത്തിന്റെ, ഡൽഹിയിൽ നിന്നും കൂടി ഒരു അറ്റൻഡൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്നും ശ്രവിച്ചിരുന്ന, അല്ലെങ്കിൽ അത് മനസ്സ് തട്ടി ആ ക്ലാസ് മുഴുവൻ എല്ലാവർക്കും മനസ്സ് തട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും VTB കോളേജിന്റെ പേരിലും എല്ലാവരുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അധ്യക്ഷപദം അലങ്കരിച്ച ജയൻ സാറിനും വെൽക്കം സ്പീച്ച് ചെയ്ത പാർവ ടീച്ചർക്കും നമ്മളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും VTB കോളേജിന്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു സ്കോളർഷിപ്പ് ഒരു അനൗൺസ്മെന്റ് പോലെ ചെയ്യുകയാണ്. അതായത് ഇന്ദിര ടീച്ചറുടെ സ്കോളർഷിപ്പ് പേരിലുള്ള സ്കോളർഷിപ്പ് ഡിഗ്രി സ്റ്റുഡന്റ് 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അവരും എത്തിയിട്ടുണ്ട്. അഞ്ജലി, മേഘ രാജൻ, അവർക്ക് 2 പേർക്കും അഭിനന്ദനം അറിയിക്കുന്നു. അവര് അറ്റൻഡ് ചെയ്തതിലും ഞങ്ങളുടെ സന്തോഷം അവരെ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. താങ്ക്സ് എ ലോട്ട്. തീർച്ചയായും ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത് VTB കോളേജിന്, പ്രത്യേകിച്ച് VTB കോളേജ് ഇതിന്റെ ഒരു പ്ലാറ്റ്ഫോമായി എന്നല്ലാതെ ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ എല്ലാ മേന്മകളും, ഇത് ഇങ്ങനെ ഇത്രയധികം ആളുകളുടെ സാന്നിധ്യം ഉണ്ടായത് തീർച്ചയായും നാരായണൻ നമ്പൂതിരി സാറുടെ ക്ലാസ് ആണ് എന്നതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ എല്ലാവരും അതിൽ വളരെ സന്തുഷ്ടരാണ്. എനിക്ക് അത് എങ്ങനെയാണ് അത് പ്രകാശിപ്പിക്കേണ്ടതെന്ന് ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾ എല്ലാവരും സാറുടെ മുന്നിൽ സംസ്കൃത ദിനത്തിന്റെ പേരിലും സംസ്കൃത വിദ്യാർത്ഥിനികളുടെ പേരിലും സംസ്കൃത പ്രണയികളുടെ പേരിലും കോളേജിന്റെ പേരിലും ഒക്കെ ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഇന്ന് ഇതൊരു ഗുരുവന്ദനം കൂടിയായി, ഗുരുപൂർണിമയും അതുപോലെ സംസ്കൃതത്തിന്റെ ശ്രാവണ പൂർണിമയും എല്ലാം ഒത്തുചേർന്ന് ഒരു ഗുരുവന്ദനം കൂടിയായി ഇത് മാറി. അതിലേക്ക് ഇതിൽ പങ്കെടുത്ത എല്ലാ
അകത്തു നിന്നും പുറത്തു നിന്നും ഉള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. നമ്മൾ ഇനിയും ഇതുപോലെ ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജയൻ സർ, നമുക്ക് മേഘയോടും അഞ്ജലിയോടും 2 വാക്ക് സംസാരിക്കാൻ പറയാം അല്ലേ സർ? ഓ പറയാ 2 വാക്ക് സംസാരിച്ചു. അല്ല, നാരായൺ സാറിന് എന്തോ പറയാം. നാരായൺ സാർ സംസാരിച്ചോട്ടെ 2 വാക്ക്. സാർ പറയൂ. 2 പേർക്കും സംസ്കൃത BA ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള 2 പേർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും മേഘാഞ്ജലിമാർക്ക് സമർപ്പിക്കും. അവര് മേഘം പോലെ ആവട്ടെ, വളരെ ഉയർന്ന് എത്താൻ, വളരെയധികം ആൾക്കാർക്ക് എന്താവാൻ, അഞ്ജലീബദ്ധരായിട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് വൃഷ്ടിയായിട്ട് പടരാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഈ മേഘാഞ്ജലിമാരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആശംസിക്കുന്നു. നന്ദി സാർ, ഒരുപാട് നന്ദി സാർ. ഓക്കെ, ഇനി മേഘ സംസാരിക്കോ? മേഘ. എങ്ങനെ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു സാറിന്റെ. ഞാൻ ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. പിന്നെ എല്ലാരും വീണ്ടും കാണാൻ പറ്റി. ഒരുപാട് പേര് പങ്കെടുത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഓക്കെ, കഴിഞ്ഞോ? ഹലോ. ഇനി അഞ്ജലി സംസാരിക്കൂ. അഞ്ജലി മൈക്ക് ഓൺ ചെയ്യൂ. അഞ്ജലി മൈക്ക് ഓൺ ചെയ്തിട്ടില്ല. അഞ്ജലി മൈക്ക് ഓൺ ചെയ്തിട്ടില്ല. അഞ്ജലി മൈക്ക് ഓൺ ചെയ്യൂ. ഹലോ. അപ്പൊ ക്യാമറ പോലോ? അത് തന്നെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ കിട്ടുന്ന ഞാൻ വിചാരിച്ചല്ല. കാരണം ഞാൻ ടീച്ചർ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്, റേഞ്ച് ഒന്നുമില്ല, അപ്പൊ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നാരായണൻ സാറിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഇതായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇന്നാണ് ഇത് അവരൊക്കെ കാണുന്നത്. കുറെ ആയിട്ട് ആരും കാണണമൊന്നുമില്ല. പിന്നെ ഇന്നലെ ശ്രുതി ടീച്ചർ വിളിച്ചു. പിന്നെ നാരായണൻ സാറിന്റെ ക്ലാസ് കാവ്യപ്രകാശം സാറ് ചോദ്യം ചോദിച്ചു വന്നിട്ട് പിന്നെ വ്യാകരണം ആകെ കൂടി അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയത്. സാറിന്റെ ക്ലാസ് ഉണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് കുറച്ചും കൂടി ശരി എന്തായാലും കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നത് തന്നെ. പിന്നെന്താ, ഭയങ്കര സന്തോഷം. ഹലോ. നമുക്ക് അവസാനിപ്പിക്കാലോ? ഹലോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മള് മീറ്റിംഗ് പിരിച്ചുവിടുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഓക്കെ, ബൈ. ഓക്കെ. താങ്ക് യു സർ. നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവരും പോയില്ലേ? ഇതെന്താ ഇതാവാൻ പറ്റാത്തെ? അല്ല ഇത് അല്ല ഈ റെക്കോർഡ് ഫ്രീ ക്യാം ഓഫ് ആക്കാൻ പറ്റണില്ലല്ലോ. ഹലോ.